നാം ഒരുമിച്ച് കൊലോസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുക. 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നാം ചിന്തിച്ചു കഴിഞ്ഞു. കൊലോസ്യയിലെ വിശ്വാസികളെക്കുറിച്ചുള്ള പ്രശംസാ വാക്കുകൾ, അവരുടെ വിശ്വാസത്തിൻ്റെ മേന്മ അപ്പസ്തോലൻ ആദ്യ വാക്യങ്ങളിൽ പറഞ്ഞു. അവരുടെ വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടെന്നും അവർക്ക് സ്നേഹം ഉണ്ട് എന്നും അവർക്ക് ഒരു പ്രത്യാശയുണ്ട് എന്നും അദ്ദേഹം അവരെ അറിയിച്ചു. അതുമാത്രമല്ല, ഫലകരമായ ഒരു ജീവിതം കൊലോസ്യ സഭയിലുണ്ട്. സുവിശേഷം ചെല്ലുന്നിടത്തെല്ലാം ഫലം കായ്ക്കുന്നത് പോലെ കൊലോസ്യയിലും ഫലം കായ്ച്ചു. അപ്പോൾ അവരുടെ പ്രത്യേകതകളൊക്കെ അപ്പസ്തോലൻ വർണ്ണിച്ചു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ആ നല്ല സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ വിശ്വാസത്തിൽ വളരേണ്ടതിനും ഉൾക്കാഴ്ചകൾ ഉണ്ടാകേണ്ടതിനും ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയേണ്ടതിനും അതിൽ ജീവിക്കേണ്ടതിനും അതിനുള്ള ശക്തി ഉയരത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. 12-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങൾ. വാസ്തവത്തിൽ ഈ ഭാഗത്ത് ക്രിസ്തുശാസ്ത്രം നമുക്ക് വളരെ തെളിവായി കാണാൻ കഴിയും. ക്രിസ്റ്റോളജി, ദൈവസഭയോട് യേശുക്രിസ്തുവിൻ്റെ പ്രീ എമിനൻസ്, പ്രാധാന്യമല്ല, ക്രിസ്തുവിനുള്ള അതിപ്രാധാന്യം അപ്പസ്തോലൻ വരച്ചു കാട്ടുക. അതവരെ അറിയിക്കാനും പഠിപ്പിക്കാനും കാരണമുണ്ട്. അവരുടെ ഇടയിൽ വളർന്നു വന്ന ഒരു ഉപദേശം, ദുരുപദേശം, ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ പൂർണ്ണമല്ല, അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ കൂടെ ആവശ്യമാണ് എന്ന് ദുരുപദേഷ്ടാക്കന്മാർ പഠിപ്പിച്ചു. അതുമാത്രമല്ല, യേശുക്രിസ്തു ദൂതന്മാരോട് പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതിൽ ഒരാളായി ദുരുപദേശക്കാർ പഠിപ്പിച്ചു. വൺ എമംഗ് ദ ക്രിയേറ്റഡ് ബീയിങ്. എന്നാൽ യേശുക്രിസ്തുവിന് അവർ പ്രാധാന്യം കൊടുത്തു, പ്രോമിനൻസ് കൊടുത്തു. എന്നാൽ അപ്പസ്തോലനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന് പ്രാധാന്യമല്ല, യേശുക്രിസ്തുവിന് പ്രീ എമിനൻസ്, എല്ലാറ്റിനേക്കാളും അവൻ ഉന്നതനാണ്, ഒന്നാമനാണ് എന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ വേദഭാഗം അപ്പസ്തോലൻ എഴുതുന്നത്. യേശുക്രിസ്തു ആരാണ് എന്നറിയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. അറിയുമ്പോഴാണ് കർത്താവിനെക്കുറിച്ച് ഹൃദയത്തിനകത്തൊരു ആവേശം ഉണ്ടാകുന്നത്. പാഷൻ അബൌട്ട് ക്രൈസ്റ്റ്. ഞാനെപ്പോഴും പറയും, ഒരു ക്രിസ്ത്യാനിയെ അറിയണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ ഉള്ളിലുള്ള ആവേശം. ക്രിസ്തു ഇല്ലാത്ത അനേക ഉപദേശങ്ങൾ, ക്രിസ്തുവിനെ ഉന്നത പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള ഉപദേശങ്ങൾ ഒക്കെ ഈ കാലങ്ങളിൽ പെരുകി വരികയാണ്, അന്യതാ ഉപദേശങ്ങൾ. എന്നാൽ അപ്പസ്തോലൻ വളരെ ശക്തമായി പറയുന്നു, ക്രിസ്തു എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാകുന്നു. അത് ഇവിടെ പഠിപ്പിക്കുക. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതകരമായി കാറ്റിനെയും കടലിനെയും ശാസിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ തന്നെ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു, ഇവൻ ആരാകുന്നു? കർത്താവ് പാപമോചനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാപം മോചിക്കുവാൻ കഴിയുന്ന ഇവൻ ആണ് എന്ന് പരീശന്മാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ലൂക്കോസ് 5-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അത് കാണാനായിട്ട് കഴിയും. കാരണം ക്രിസ്തു ആരാണെന്ന് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആ സത്യം കയറി ചെല്ലത്തുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെക്കുറിച്ച് ജനം ആരെന്ന് പറയുന്നു? അപ്പോൾ ചിലർ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നവരുണ്ട്, ചിലർ പറയുന്നു ഏലിയാവെന്ന് പറയുന്നു,
ചിലർ ഇരമ്യാവെന്നും പറയുന്നു. എന്നാൽ കർത്താവ് ഉടനെ ഒരു ചോദ്യം ചോദിച്ചു. മത്തായി 16-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? പത്രോസ് ഉടനെ അതിനൊരു ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകും. യേശു കർത്താവ് അതിനൊരു മറുപടി പറഞ്ഞു, ശിമോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് അല്ല. ഈ ലേഖനത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ജ്ഞാനവാദം വർദ്ധിച്ചു വരുന്ന ആ ഉപദേശം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അപ്പോൾ പത്രോസിനോട് പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നു, സ്വർഗസ്ഥനായ നിൻ്റെ പിതാവാണ്. ഇറ്റ് ഈസ് എ ഹെവൻലി റെവലേഷൻ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തലനായ പൗലോസിന് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്ത യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് വേണ്ടി വർണ്ണിച്ചു തരികയാണ്. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ലേഖനകർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് വർണ്ണിച്ചു വരുമ്പോൾ ഇപ്രകാരം ഒരു വാചകം പറയുന്നുണ്ട്, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. കർത്താവിൻ്റെ ഗ്രേറ്റ്നെസ് അങ്ങോട്ട് വർണ്ണിക്കുകയാണ്. നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന്, ഈ വേദഭാഗത്ത് നിന്ന് അപ്പസ്തോലൻ്റെ ഭാഷയിൽ ക്രിസ്തുവിൻ്റെ അത്യുന്നത പദവി നമുക്കൊന്ന് നോക്കാം. 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണും. 1-ാം അധ്യായം 17-ാം വാക്യം, അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. ഹീസ് ബിഫോർ ഓൾ തിങ്സ്. ആ ഒരൊറ്റ വാചകത്തിൽ ദുരുപദേശമെല്ലാം അവസാനിച്ചു. സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരോടൊക്കെ തുലനം ചെയ്ത്, ആകാശത്തിലുള്ള ശക്തികളോടൊക്കെ തുലനം ചെയ്ത് കർത്താവിനെക്കുറിച്ച് പറയുകയല്ല. ഇതൊക്കെ ഉളവാകുന്നതിന് മുമ്പേ തന്നെ ക്രിസ്തു ഉണ്ട്. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇപ്രകാരം പരീശന്മാരോട് പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട്. യോഹന്നാൻ 8:58. അപ്പോൾ ആ സത്യം നമ്മെ വളരെ അധികം സ്വാധീനിക്കണം. ഹീ ഈസ് ബിഫോർ ഓൾ തിങ്സ്. ഒരു കാര്യം കൂടെ അപ്പസ്തോലൻ പറയുന്നുണ്ട്. ഈ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവരുടെ കൂട്ടത്തിൽ യേശു ക്രിസ്തു ഒന്നാമനാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആദ്യജാതൻ എന്നാണ്. 15-ാമത്തെ വാക്യത്തിലാണത് കാണുന്നത്. സർവസൃഷ്ടിക്കും ആദ്യജാതൻ. അതുമാത്രമല്ല, 18-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകും. ഫസ്റ്റ് ബോൺ അല്ലെങ്കിൽ ആദ്യജാതൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കും ജനിച്ചവരിൽ ഒന്നാമനെന്ന്. അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അവൻ ആ നിരയിൽ, ആ റാങ്കിൽ ഒന്നാമനെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ലല്ലോ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അനേകർ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വ്യത്യസ്തമാണ്. മഹത്വാനായിട്ടാണ് അവൻ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ ആ മരിച്ചവരുടെ എഴുന്നേറ്റ് വന്നവരുടെ ലിസ്റ്റിൽ യേശു ക്രിസ്തു ഒന്നാമനാണ്. അപ്പോൾ യേശു ക്രിസ്തു സകലത്തിന് മുമ്പേ ഉള്ളവൻ, ബിഫോർ ഓൾ തിങ്സ്. രണ്ടാമത് അപ്പസ്തോലൻ ഇപ്രകാരം പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ ആകുന്നു എന്ന് നാം വായിക്കുന്നു. അദൃശ്യനായ ദൈവം, അങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് നാം വായിക്കുന്നത്. ഇപ്രകാരം
തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. 1 തിമത്തിയോസിലാണ് നാം അത് കാണുന്നത്. ആരും കാണാത്തവനും കണ്ടിട്ടില്ലാത്തവൻ. അപ്പോൾ ദൈവം അദൃശ്യനാണ്. അപ്പോൾ അദൃശ്യനായ ദൈവത്തിന് ലോകത്തിൽ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഫിലിപ്പോസിനോട് ഇപ്രകാരം പറഞ്ഞു. ഫിലിപ്പോസിനൊരു ആഗ്രഹം, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ കർത്താവിനൊരു മറുപടി പറഞ്ഞു. യോഹന്നാൻ 14:9 ഇത്ര കാലം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം ആരാണ് എന്ന് മനുഷ്യജാതി മനസ്സിലാക്കുവാൻ ദൈവം പ്രതിമയായി യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ചാണ്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവം തന്നെയായിരുന്നു. അതുമാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ കർത്താവ്, ഹീ ഈസ് ദി ഇമേജ് ഓഫ് ഗോഡ്. അത് ഒന്നുകൂടെ നമ്മെ മനസ്സിലാക്കുവാനും ഒന്ന് കൺവിൻസ് ചെയ്യാനും അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു. 19-ാമത്തെ വാക്യം 1-ാമത്തെ അധ്യായത്തിൻ്റെ, അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും. സർവസമ്പൂർണയും 2-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അല്പം കൂടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവനിലല്ലോ, ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിൻ്റെ സർവസമ്പൂർണത ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യത്വം അതിശക്തമായി ഇതിനകത്തൂടെ പ്രതിപാദിക്കുകയാണ്. കർത്താവിനെ എത്ര ഉന്നതനായി അപ്പോസ്തലൻ കാണുന്നു. സകലത്തിന് മുമ്പേ ഉള്ളവൻ, ദൈവത്തെ ദേഹരൂപമായി നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്തിയവൻ. അതുമാത്രമല്ല, അപ്പോസ്തലൻ പറയുന്നു, സർവ സൃഷ്ടിക്കും അവൻ ആദ്യജാതനാണ്. അതായത് ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിലും അവൻ ഒന്നാമനാണ്. അതിനോട് ചേർത്ത് പറയുകയാണ്, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലൻ പറയാണ്, ഹീ ഈസ് ദ ക്രിയേറ്റർ. അവനാണ് സകലത്തെയും സൃഷ്ടിച്ചത്. കൊലോസ്യ ലേഖനം 1:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനെയും കുറിച്ച് നിങ്ങൾ നോക്കി അതിശയിക്കുമ്പോൾ ഇതെല്ലാം ആരിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളതിൽ സംശയിക്കേണ്ട. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിനോട് ചേർന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:3 പറയുകയാണ്, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബൈ ഹിം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. അതുമാത്രമല്ല, ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് പറയുകയാണ്. സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിയെ നിലനിർത്തുന്നത്
ക്രിസ്തു യേശുവാണ്. ഹി കൺട്രോൾസ് എവറിത്തിങ്. എബ്രായ ലേഖനം 1:3 അതൊന്ന് സാധൂകരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: അവൻ, ക്രിസ്തു, തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. അപ്പോൾ കാണുന്ന എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാകുന്നു. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, നിസ്തുല്യത, ഉന്നതമായ ആ പദവി നമ്മെ മനസ്സിലാക്കുകയാണ്. സകലത്തെയും അവൻ വഹിക്കുന്നു. ഈ കൺട്രോൾസ് എവ്രിതിങ്. അപ്പോൾ യേശു ക്രിസ്തു ആരാണ് എന്ന് വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലും യെശയ്യാപ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. 40:26 നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാരാകുന്നു? അവൻ സഭയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു പോകുന്നില്ല. സോ ഗോഡ് ക്രിയേറ്റഡ്. അതിനോട് ചേർത്ത് നമ്മോട് പഠിപ്പിക്കുകയാണ്, ക്രിസ്തു സൃഷ്ടിയുടെ സമയത്ത് അവൻ ഉണ്ടായിരുന്നു. അപ്പോൾ സകലവും അവനാലുളവായി. അപ്പോസ്തലൻ ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നു, സകലത്തെയും അവൻ വഹിക്കുന്നു. ഈ കൺട്രോൾസ്. ഒരു കാര്യം കൂടെ 16-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അതിനോട് ചേർത്ത് പറയുകയാണ്, അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഈ സൃഷ്ടിപ്പ് അവനിൽ ആരംഭിച്ച് അവൻ ഈ സൃഷ്ടിയെ നിലനിർത്തി. എന്നാൽ ഈ സൃഷ്ടി അവനായിട്ടാണ്. ഇപ്രകാരം നമുക്കതിനെ മനസ്സിലാക്കാം: ഫോർ ഹിസ് ഗ്ലോറി, അവൻ്റെ മഹത്വത്തിനായിട്ട്. അതുകൂടാതെ അപ്പോസ്തലൻ ഒരു കാര്യം കൂടെ ക്രിസ്തുവിൻ്റെ മഹിമയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. ഹെഡ് ഓഫ് ദി ചർച്ച്. സഭയുടെ തല കർത്താവാണ്. കർത്താവാണ് സഭയ്ക്ക് ആരംഭം കുറിച്ചത്. സഭയെ രൂപപ്പെടുത്തിയെടുക്കുന്നത് കർത്താവാണ്. സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് വിളിച്ചടുപ്പിക്കുന്നതും കർത്താവാണ്. അപ്പോൾ വിശ്വസിച്ചവരെ ദിനംപ്രതി സഭയോട് ചേർക്കുമ്പോൾ ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ സഭയോട്, ശരീരമാകുന്ന സഭയോടാണ് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ദൈവസഭയുടെ തല അവൻ ആകും. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹിമ എത്ര വലുതാണ്! അവൻ സകലത്തിന് മുമ്പേ ഉള്ളവൻ. ദൈവത്തിൻ്റെ വെളിപ്പാട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ദൈവം ആരാണെന്ന് ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തി തന്നു. അവൻ സകലത്തെയും സൃഷ്ടിച്ചു. സകലത്തെയും അവൻ നിയന്ത്രിക്കുന്നു. സഭ എന്ന ശരീരത്തിൻ്റെ തലയും അവനാകും. അതിനുശേഷം അപ്പോസ്തലൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം രേഖപ്പെടുത്തുകയാണ്: ക്രിസ്തുയേശുവിൽ നമുക്കുള്ള രക്ഷ. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠനായ രക്ഷിതാവ്, മാർവലസ് സേവ്യർ, നമുക്ക് ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇങ്ങനെ നാം വായിക്കുന്നു 13-14 വാക്യത്തിൽ: ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും. അപ്പോൾ വിടുവിക്കുകയും സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കുകയും ചെയ്യുന്ന ആ രക്ഷണ്യ പ്രവൃത്തി
നമുക്ക് ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നു. മനുഷ്യന് അനിവാര്യമായ, ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം. പാപത്തിൽ വീണുപോയ ലോകത്തിന് ഒരു പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ, പാപത്തിൽ നിന്നൊരു വിടുതൽ, പാപികൾക്കൊരു രക്ഷ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യാശയും മനുഷ്യ ജാതിക്കില്ല. അപ്പോൾ കർത്താവ് സൃഷ്ടിപ്പിൽ ആദ്യജാതനാകുന്നതും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനാകുന്നതും ദൈവത്തിൻ്റെ പ്രതിമയായി വെളിപ്പെട്ടു എന്നുള്ളതെല്ലാം അതിശ്രേഷ്ഠകരമായ സത്യമാണെങ്കിലും നമ്മുടെ ഹൃദയത്തെ തുടിപ്പിക്കുന്ന സത്യം, ദോഷികളും പാപികളുമായ നമുക്ക് രക്ഷയൊരുക്കിയ വലിയ രക്ഷകൻ, ഗ്രേറ്റ് സേവിയർ, മാർവലസ് സേവിയർ, അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ആത്മരക്ഷയുണ്ടല്ലോ, അനേകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, സൗജന്യമാണ്. അത് ലോകമനുഷ്യൻ കേൾക്കുമ്പോൾ അതങ്ങ് അവർക്കൊരു അതിശയമാണ്. കാരണം ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ അവർ ഒരുങ്ങുന്നത്. പണം കൊടുക്കുന്നതിന് തയ്യാറാണ്, യാത്ര ചെയ്യുന്നതിന് തയ്യാറാണ്, ത്യാഗം സഹിക്കുന്നതിന് തയ്യാറാണ്, എന്തെല്ലാം ചെയ്യാൻ, എത്ര അളവിൽ ചെയ്യണമെന്ന് പറഞ്ഞാലും ഒരു പുണ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങുന്നൊരു ലോകം. അപ്പോഴാണ് ഒരു പുതിയ സന്ദേശം, രക്ഷ സൗജന്യം. യെശയ്യാപ്രവചനം 55:1 ഇങ്ങനെ വായിക്കുന്നു: അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്ത ഏവരുമേ, വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾക്ക് വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. ആത്മപോഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കം, ഇറ്റ് ഈസ് ഫ്രീ ഫോർ യു. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും: ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഫ്രീ. അത് കേൾക്കുമ്പോൾ ഓർക്കും അതിന് ചിലവൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനല്ല. സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന മഹത്വകരമായ പദവിയാണ് ആത്മരക്ഷ. എന്നാൽ അതിന് പിന്നിൽ ഒരു വലിയ വില കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-19 വാക്യത്തിൽ: വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സൗജന്യമായുള്ള രക്ഷ നമ്മെ വീണ്ടെടുത്തത് വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്നൊക്കെ നമ്മളെ ഈ ആത്മീക അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നത് വെള്ളി, പൊന്ന് എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അതിനൊരു വില കൊടുത്തു. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. കൊലോസ്യ ലേഖനത്തിൽ അത് അപ്പസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 20-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം: അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ രക്തത്താലുള്ള മോചനം, രക്തത്താലുള്ള നിരപ്പ്, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വേദവാക്യത്തിൽ ഒരു പ്രത്യേക ഊന്നൽ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം. അപ്പോൾ ആ രക്തം സാക്രിഫൈസിനെ കാണിക്കുന്ന, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ക്രൂശീകരണം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം വേദനയുടെ അനുഭവം. അപ്പോൾ കർത്താവ് കടന്നുപോയ വേദനയെക്കുറിച്ചുകൂടെ ഒന്ന് സൂചിപ്പിച്ചാണ്. കഷ്ടത, അവൻ അനുഭവിച്ച പീഡനം. താൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേ രാത്രിയിൽ പ്രാണവേദനയിലായി എന്നാണ് പ്രാർത്ഥനാ സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രാണവേദന. സോ ഹി വെൻറ്റ് ത്രൂ ഗ്രേറ്റ് പെയിൻ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വേണ്ടി രക്ഷയൊരുക്കിയ
കർത്താവിനെക്കുറിച്ച്, വലിയവനായ രക്ഷകനെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, സൗജന്യമായുള്ള രക്ഷ ഒരുക്കിയത് കർത്താവിൻ്റെ വലിയ വില കൊടുത്താണ്. കർത്താവിൻ്റെ ജീവൻ, അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പങ്കപ്പാടുകൾ അതിൻ്റെ വെളിച്ചത്തിലാണ് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷ എന്ന് എബ്രായ ലേഖകൻ 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. സോ ഗ്രേറ്റ് എ സാൽവേഷൻ. എന്നാൽ അതിൻ്റെ പിന്നിൽ സോ ഗ്രേറ്റ് എ പ്രൈസ്, വലിയ വില കൊടുത്തിട്ടുണ്ട്. ഈ വേദഭാഗത്ത് 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രക്ഷയുടെ 7 മഹത്വകരമായ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 blessings in the salvation Christ gives. രക്ഷയുടെ അനുഭവത്തിൽ വരുന്ന ദൈവമക്കൾ പലപ്പോഴും അത് ഒറ്റയടിക്ക് മനസ്സിലാക്കി എന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ നാം അനുഭവിച്ച രക്ഷയ്ക്കുള്ളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്ന് നാം മനസ്സിലാക്കും. ഒന്നാമത്, അവനിൽ നമുക്ക് പാപമോചനം. 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഫൊർഗിവ്നെസ് ഓഫ് സിൻ. വാസ്തവത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അത് രാജാവായാലും പ്രവാചകനായാലും പുരോഹിതനായാലും സാധാരണക്കാരനായാലും, പഴയ നിയമമൊക്കെ അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ആ തലത്തിലുള്ള എല്ലാവരും തന്നെ ഇതിനു വേണ്ടി കൊതിച്ചു. ദാവീദ് പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവത്തോട് പറയും, കർത്താവേ, എൻ്റെ പാപങ്ങളെ പോക്കണേ കർത്താവേ, എന്നെ ഒന്ന് കഴുകണേ കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ കർത്താവേ. എന്താ ഈ പ്രാർത്ഥനയുടെയും നിലവിളിയുടെയും പിന്നിൽ? കർത്താവേ, എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ പാപം എനിക്കൊന്ന് ക്ഷമിച്ച് കിട്ടണം. ഹൃദയത്തിനകത്തെ ആവേശമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ ലോകത്തിന് ദാനമായി കൊടുത്തൊരു കാര്യമുണ്ട്, പാപമോചനം എന്ന വീണ്ടെടുപ്പ്, ഫൊർഗിവ്നെസ് ഓഫ് സിൻ. നമുക്കെതിരായുള്ള കൈയെഴുത്ത് മായിച്ചു കളഞ്ഞ്, കൊലോസ്യ ലേഖനത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്, നമുക്കെതിരായി രേഖപ്പെടുത്തിയിരുന്ന കൈയെഴുത്തുകൾ ഒക്കെ മായിച്ച് 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇത് കാണാൻ കഴിയും. നമുക്കൊരു ശുദ്ധീകരണം തരുന്നൊരു കർത്താവുണ്ട്, ഒരു പുതിയ സ്ലേറ്റ്. ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന സ്ലേറ്റാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാമോ അറിഞ്ഞുകൂടാ. അതിലാണ് എഴുതുന്നത്. അത് നിറച്ചെഴുതി കഴിഞ്ഞിട്ട് നനഞ്ഞ തുണി കൊണ്ട് അതങ്ങ് തുടയ്ക്കും. അത് കഴിയുമ്പോൾ വീണ്ടും എഴുതാൻ ക്ലീനായി. പാപം ചെയ്ത മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്നുപോയ എഴുത്തുകളെ ഏത് വെള്ളത്തിൽ മുങ്ങിയാലും, ഏത് പുണ്യസ്ഥലത്ത് പോയാലും, ആരെല്ലാം ഉപദേശിച്ചാലും, ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ഇടപെട്ടാലും പോകത്തില്ല. പാപങ്ങളെ പോക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ശുദ്ധീകരണത്തിനുള്ള വില കർത്താവ് കൊടുത്തു. ആ ശുദ്ധീകരണം എത്ര വലുതാണെന്നറിയാമോ? ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ എൻ്റെ ലംഘനങ്ങളെ എന്നോട് അകറ്റിയിരിക്കുന്നു. കനോട്ട് ഇമാജിൻ ദാറ്റ്. ആസ് ഫാർ ആസ് ഈസ്റ്റ് ഈസ് ഫ്രം ദ വെസ്റ്റ്. നമ്മളോർക്കുമോ അതങ്ങ് അവിടെ ചെല്ലുമ്പോൾ അങ്ങ് വെസ്റ്റ് ചെല്ലുമെന്ന്. ആ വെസ്റ്റ് ചെല്ലുമ്പോഴറിയുന്നത് പിന്നെ അങ്ങോട്ട് പോയാലേ വെസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ സാധ്യമേ അല്ലെന്ന് അതിൻ്റെ അർത്ഥം. വെൻ ഗോഡ് ഫൊർഗിവ്സ്, ആരോ ഒരാൾ പറഞ്ഞതുപോലെ ഈ ഫൊർഗെറ്റ്സ്, അവൻ മറക്കുന്നു. സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മുടെ ലംഘനങ്ങളെ തള്ളിയിട്ട് നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി ക്ഷമിക്കുന്ന ഒരു നല്ല കർത്താവ്. എത്ര വലിയ അനുഗ്രഹം! ഒന്നാമത്തെ അനുഗ്രഹം പാപങ്ങളുടെ മോചനം. 2, വീണ്ടെടുപ്പ്. പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് 14-ാമത്തെ വാക്യത്തിൽ. റിഡംഷൻ. എന്തിനാ ഈ റിഡംഷൻ? നമ്മളൊരു കാര്യം പണയം വെച്ചാൽ
അത് തിരിച്ചെടുക്കണമെങ്കിൽ വില കൊടുത്തേച്ചെടുക്കണം. ജീവിതത്തിൽ അബദ്ധസഞ്ചാരം ചെയ്ത മനുഷ്യന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ നഷ്ടങ്ങളെല്ലാം വീണ്ടെടുക്കണം. അതാണല്ലോ നമ്മുടെ ആഗ്രഹം. എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും? ഒരു വീണ്ടെടുപ്പുകാരൻ ആവശ്യമാണ്. അവിടെയാണ് നാം ഇവിടെ ഈ കർത്താവിൻ്റെ മഹത്വം കാണുന്നത്. ഹീ ഈസ് അവർ റിഡീമർ. കൊടുക്കേണ്ട വില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവരാജ്യത്തിലാക്കുന്ന രക്ഷയുടെ അനുഭവം എത്ര മനോഹരമാണ്. വീണ്ടെടുത്തില്ലെങ്കിൽ അത് നിത്യനാശത്തിലേക്ക് പോകും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ ഇപ്രകാരം വിലപിച്ചു: സഹോദരൻ ശവക്കുഴി കാണാതെ അവൻ്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ, വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ആർക്ക് കഴിയും? നഷ്ടപ്പെട്ടു പോകാതെ ഹൂ ക്യാൻ പേ ദ പ്രൈസ്? നമുക്ക് പുതിയ നിയമത്തിൽ കൊലോസ്യ ലേഖനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ഉത്തരവുണ്ട്. വീണ്ടെടുക്കുന്നവനായ ഒരു കർത്താവുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവം! എന്ത് നഷ്ടമായാലും അത് തിരിച്ചു തരാൻ കഴിവുള്ളൊരു കർത്താവ്, വീണ്ടെടുക്കാൻ കഴിയുന്നൊരു കർത്താവ്. ഹി ക്യാൻ റിഡീം. മൂന്നാമത്, രക്ഷയുടെ ഒരു അനുഗ്രഹം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പ്രകൃതിയാൽ നമ്മൾ ജാതികളായിരുന്നു, ജഡത്തിൻ്റെ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തോൾവീൻ. എഫേസ്യ ലേഖനം 2:11-12. ദൈവത്തിൽ നിന്ന് എത്ര അകന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വാക്യം ഉപയോഗിച്ചത്. ഹൗ ഫാർ വി വെയർ ഫ്രം ഗോഡ്. നമ്മുടെ സ്റ്റാറ്റസ് ജാതികളായിരുന്നെന്നാണ് പറഞ്ഞ്. പരിച്ഛേദനക്കാർ നമ്മെ അഗ്രചർമ്മികൾ, അതായത് സെറിമോണിയൽ ലോ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നമ്മൾ അഗ്രചർമ്മികൾ, പുറത്തുള്ളവർ. ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, ദൈവികമായ ആ അനുഭവത്തിലേക്ക്, ദൈവജനത്തിൻ്റെ അനുഭവത്തിലൊന്നും ചേർന്ന് വരാൻ യോഗ്യത ഇല്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ, ദൈവമില്ലാത്തവർ. എഫേസ്യ ലേഖനം 2:13 ഇപ്രകാരം നാം വായിക്കുന്നു: മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീരുന്നു. റെക്കൺസൈൽഡ്. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം, ദൈവം നമ്മെ തന്നോട് നിരപ്പിച്ചു. ദൈവത്തിന് ശത്രുക്കളായി ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന്, അന്യരായി ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന്, അകന്ന് ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് ആ ബന്ധത്തിൽ, പ്രകാരം ഞാനൊരു വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു: ഇൻ ഹാർമണി വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ചേർന്ന് ജീവിക്കാനുള്ള അനുഭവം ഈ രക്ഷകൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവം! നാലാമത്, കൊലോസ്യ ലേഖനം 1:13 ഇപ്രകാരം നാം വായിക്കുന്നു: നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഡെലിവേർഡ് അസ് ഫ്രം ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പോരായ്മയാണിത്. ഒരു വാസ്തവത്തിൽ പോരായ്മയെന്നല്ല പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നഷ്ടപ്പെട്ട ഒരു അനുഭവത്തെ ചിത്രീകരിക്കുകയാണിത്. വി വെയർ സ്ലേവ്സ് ടു ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. ഈ മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഗദരദേശത്ത് ചെന്നപ്പോൾ ഒരു ഭൂതഗ്രസ്തനെ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞിട്ട്,
അവനിൽ ഉണ്ടായിരുന്ന ആ ഇരുട്ടിൻ്റെ അധികാരമുണ്ടല്ലോ, ഭൂതഗ്രസ്തനെന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അവനെ എങ്ങനെ നടത്തിയെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്, അതാണ് അനുഭവം, രാപ്പകൽ. 2, സുബോധമില്ലാതെ വസ്ത്രമില്ലാതെ, നോട്ട് ഇൻ സെൻസസ്, അങ്ങനെയാണ് ജീവിതം. 3, മനുഷ്യരുടെ നടുവിലല്ല ജീവിതം, കല്ലറകളിലാണ് ജീവിതം. അതുമാത്രമല്ല, അവൻ്റെ സ്വഭാവത്തെ നോക്കി തന്നെ മുറിപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ പ്രവൃത്തി കണ്ടോ? സുബോധം നഷ്ടപ്പെട്ട് നിലവിളിയുടെ ഒരു അനുഭവം കൊടുത്ത് തന്നെ മുറിപ്പെടുത്തി ജീവിക്കുകയാണ്. അവസാനം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇവനെ ഒന്ന് ബന്ധിക്കാമെന്ന് വിചാരിച്ചാൽ ആ ബന്ധനമെല്ലാം അവൻ പൊട്ടിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്, ആരാലും ബന്ധിക്കാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്തവൻ. അപ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ മതി. എന്നാൽ കർത്താവ് ചെയ്ത വലിയൊരു അനുഗ്രഹം, ഒരു അത്ഭുതം, സുബോധമില്ലാത്തവൻ തന്നെ വ്രണപ്പെടുത്തവെന്ന ലോകത്തിൻ്റെ മുമ്പിൽ ലജ്ജയായി തീർന്നൊരു മനുഷ്യൻ, ആരാലും ബന്ധിക്കാൻ കഴിയാതെ വണ്ണം നിയന്ത്രണമറ്റ് ജീവിച്ച മനുഷ്യൻ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ, കർത്താവിൻ്റെ വാക്കിന് കീഴ്പ്പെട്ടപ്പോൾ അവൻ സുബോധമുള്ളവനായി. അവൻ വസ്ത്രം ധരിച്ച്, പിന്നെ കരച്ചിലില്ല, നിയന്ത്രണം വിട്ടുപോകുകയല്ല, കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ്. ചോദിച്ചു, ഞാനും പോരട്ടെ കർത്താവേ? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു അനുഭവം. എന്നാൽ മനുഷ്യൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചെന്നാണ് യോഹന്നാൻ 3:19 പറഞ്ഞിരിക്കുന്നത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ചെയ്യാനാണ് താല്പര്യം. എന്നാൽ ഇതിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അതാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൻ്റെ പ്രസക്തി വളരെ സ്പഷ്ടമായി ഇവിടെ കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരു മനുഷ്യനെ ചിത്രീകരിക്കുക. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതാണ് ആഗ്രഹം. പക്ഷേ നിയന്ത്രണമില്ല കേട്ടോ. ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിലാണ് സന്തോഷം, അതൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്യുന്നതെല്ലാം വിപരീതമായ കാര്യമാണ്. ഇച്ഛിക്കാത്ത തിന്മ, ദോഷപ്രവൃത്തി. 7-ാമത്തെ അധ്യായത്തിൽ ആ വ്യക്തി ഇങ്ങനെ നിലവിളിക്കുന്നതായിട്ടാണ് അപ്പസ്തോലൻ ചിത്രീകരിക്കുന്നത്. അയ്യോ അരിഷ്ട മനുഷ്യൻ, എന്നെ ഈ അനുഭവത്തിൽ നിന്ന് ആര് വിടുവിക്കും? അപ്പസ്തോലൻ അതിനൊരു ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കുന്നവനായ മശിഹായെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഹീസ് റിഡീംസ്. 4 കാര്യങ്ങൾ നാം കണ്ടു. പാപം മോചിക്കുന്നു, വീണ്ടെടുക്കുന്നു, നിരപ്പിക്കുന്നു, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ആ ചങ്ങല പൊട്ടിച്ച് സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള കൃപ തരുന്നു. അതുമാത്രമല്ല, 5-ാമതായി ഇപ്രകാരം നാം കാണുന്നു. 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. വിടുവിച്ചെന്ന് മാത്രമല്ല, കർത്താവ് പുറത്തേക്ക് കൊണ്ടുവന്നെന്ന് മാത്രമല്ല, ഇപ്പം ജീവിക്കുന്നത് ഒരവകാശത്തിനകത്താണ്. ആ അവകാശത്തെക്കുറിച്ചൊന്ന് വർണ്ണിച്ചിട്ടുണ്ട്. വെളിച്ചത്തിലുള്ള അവകാശം. അത് നമുക്ക് മാത്രമല്ല, വിശുദ്ധന്മാർക്ക്. അപ്പോൾ ഏത് കൂട്ടത്തിലോട്ടാക്കിയെന്ന് വിചാരിച്ചാട്ടെ, ഒരു പീഡിപ്പിക്കപ്പെടുന്ന അനുഭവത്തിൽ നിന്ന്, അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, പാപികളായി ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വെളിച്ചത്തിലുള്ള അവകാശം. ഈ അവകാശം പക്ഷേ നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന വാട്ടം ക്ഷയമില്ലാത്ത അവകാശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എങ്കിലും ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ
വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ളൊരു അവകാശമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം: സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സകല ആത്മീക അനുഗ്രഹങ്ങളും അല്പം ഒന്ന് ചിന്തിച്ച് നോക്കി. സ്വർഗത്തിൽ തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന സകല സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, സന്തോഷം, സ്നേഹം, കൃപ, ദയ, ദൈവം നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം തന്ന് ഈ ആത്മീക അനുഗ്രഹങ്ങൾ നിറച്ച് നടത്താൻ, അതിനാണ് കർത്താവ് രക്ഷിച്ചതെന്ന് രക്ഷയുടെ ഒരു അനുഭവമാണ് ഇവിടെ പറഞ്ഞ്. രക്ഷയെക്കുറിച്ച് വിവിധ രീതിയിൽ വിമർശിക്കുന്നവരുണ്ടെന്നാൽ ഇതിൻ്റെ അനുഭവത്തിലേക്ക് വന്നവർക്ക് ഇതിനകത്തെ മഹത്വം അറിയത്തുള്ളൂ. ഗ്ലോറിയസ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഇൻ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദ സെയിൻസ്. വിശുദ്ധന്മാർക്കൊഴുകിയിരിക്കുന്ന അവകാശത്തിൽ, വെളിച്ചത്തിൻ്റെ അവകാശത്തിൽ. 6-ാമതായി രക്ഷയുടെ ഒരു അനുഗ്രഹം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. അന്ധകാരത്തിൻ്റെ ഒരു രാജ്യത്തിലായിരുന്നു ജീവിതം മുഴുവൻ. എന്നാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ വേറൊരു രാജ്യത്തിലേക്ക് ഇങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. ചില ദേശത്തൊക്കെ വലിയ വിപത്ത് വരുമ്പോൾ ചില രാജ്യങ്ങളൊക്കെ ആ സ്ഥലത്തുള്ള ചില ആളുകളെയൊക്കെ അവർ ഇമിഗ്രൻസായിട്ട് ഇങ്ങ് എടുക്കും. അപ്പോൾ അവരുടെ ദേശം മുഴുവൻ നശിച്ചുപോയി, അല്ലെങ്കിൽ പീഡനത്തിൽ കഴിയുന്നവരായിരുന്നു, കഷ്ടമനുഭവിച്ചവരായിരുന്നു. ആരോ അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് വളരെ ഐശ്വര്യമുള്ളൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ചിന്തിക്കുക. അതൊക്കെ നമുക്കിന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നാൽ അതിനേക്കാളൊക്കെ എത്ര വലിയൊരു സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മെ ഈ അടിമത്വത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഈ ദുരിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, വിലാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മെ കൊണ്ടുവന്ന സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. കിങ്ഡം ഓഫ് ഗോഡ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ ഭദ്രതയൊന്നും ആലോചിച്ച് പോയി. ദൈവരാജ്യം ഇടിക്കാൻ കഴിയാത്ത രാജ്യമാണ്, ഇളകാത്ത രാജ്യമെന്നാണ് എബ്രായ ലേഖകൻ അതിനെക്കുറിച്ച് 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അൺഷേക്കബിൾ കിങ്ഡം, വെരി സ്റ്റേബിൾ. ദൈവരാജ്യത്തിനകത്തെ ആ സമൃദ്ധി. അപ്പോസ്തലൻ റോമാലേഖനം 14-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഭക്ഷണവും പാനീയമൊന്നും അല്ല, അതിനകത്തെ സമൃദ്ധി അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ദൈവമക്കൾ അനുഭവിക്കുന്ന ഈ അനുഭവം ലോകത്തിന് മനസ്സിലാകത്തില്ല. ദ വേൾഡ് വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. വി ആർ ഇൻ ദ കിങ്ഡം വെയർ റൈച്ചസ്നെസ് റെയിൻസ്. നീതി നടപ്പിലാകുന്ന സ്ഥലത്ത് സമാധാനം, വേദപുസ്തക ഭാഷയൊന്ന് ഉപയോഗിച്ചോട്ടെ, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഈ രാജ്യത്തിലാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അങ്ങനെ ക്വാളിഫൈ ചെയ്തതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിലുള്ള എന്ന് പറയാൻ കാരണം സാഹചര്യം അനുസരിച്ചുള്ള സന്തോഷമല്ലെന്ന് അതിൻ്റെ അർത്ഥം. അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സന്തോഷം. നോ മാറ്റർ വാട്ട് ദ സർക്കംസ്റ്റൻസസ്, ജോയ്ഫുൾ. ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് 6-ാമത്തെ അനുഭവം. 7-ാമത്, രക്ഷയ്ക്കൊരു ഭാവികാല പ്രത്യാശയുണ്ട്. ഇങ്ങനെയാണ് 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്: ശത്രുക്കളായിരുന്ന നിങ്ങളെ, അങ്ങനെയായിരുന്നു, അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. കർത്താവ് ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വച്ചിരിക്കുന്ന അനുഭവം പറഞ്ഞോ, മനസ്സിലായോ?
നമുക്ക് വെച്ചിരിക്കുന്ന അനുഭവം മനസ്സിലായോ? ഇപ്പോൾ ശത്രുക്കൾ, ബട്ട് വാട്ട് ഈസ് എ ഫ്യൂച്ചർ? വി വിൽ സ്റ്റാൻഡ് ബിഫോർ ഹിം. ആ സമയത്ത് ഭയപ്പെടണ്ട. അവിടെ നിർത്തുന്ന ഈ വീണ്ടെടുപ്പുകാരൻ നമ്മെ അവിടെ നിർത്തുമ്പോൾ, വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ നിർത്തുമ്പോൾ, ഈ രക്ഷ നമ്മെ എങ്ങനെ നിർത്തുമെന്നാണ് പറഞ്ഞ്, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി അവൻ്റെ മുമ്പിൽ നിർത്തുമെന്ന്. ഗ്ലോറിയസ് ഹോപ്പ്. എന്തൊരു ഭാഗ്യമാണ് കർത്താവ് രക്ഷയിൽ കൂടെ നമുക്ക് തന്നത്. എന്നെ രക്ഷിച്ചുന്നതൻ തൻകൂടെന്നും പാർക്കുവാൻ തൻ്റെ മഹൽ ജീവിതം ദാനം ചെയ്തു. എത്ര മനോഹരം! യേശുക്രിസ്തു എത്ര മഹാനെന്ന് നോക്കുവേൻ. സകലത്തിനും മുമ്പേ ഉള്ളവൻ, ദൈവത്തിൻ്റെ പ്രതിമയായി ഭൂമിയിൽ വെളിപ്പെട്ടവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, ദൈവസഭയുടെ തലയായവൻ, ദോഷികളും പാപികളും ദൈവത്തിന് ശത്രുക്കളായി ജീവിച്ചവരെ വീണ്ടെടുത്ത് രക്ഷിച്ച് പാപം മോചിച്ച് സൗഖ്യമാക്കി നിത്യരാജ്യത്തിൽ കളങ്കമില്ലാതെ നിർത്തുന്ന വലിയ രക്ഷകൻ, ഗ്രേറ്റ് സേവ്യർ. ഈ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം. ഈ വേദഭാഗം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൽ പ്രസിദ്ധനായ എം ഇ ചെറിയ സാറിൻ്റെ ഒരു പാട്ടിൻ്റെ വരികൾ ഓർമ്മയിൽ വന്നു. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുല്യം. പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്ര വലിയവനാണ്. ഹൃദയത്തിനകത്ത് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ കർത്താവിനെക്കുറിച്ചൊരു പാഷൻ, ഒരു വിശ്വാസി പാഷനേറ്റ് അബൌട്ട് ക്രൈസ്റ്റ്, വെറുതെ അല്ല, ചിന്തയില്ലാതെ വികാരഭരിതനാകുകയല്ല. ഈ കർത്താവ് ആരാണെന്നറിയുമ്പോൾ എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുലം. വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ഈ സ്വർഗീയ കാഴ്ചപ്പാട് തന്നതിനായി, വലിയവനായ കർത്താവിനെ കാണാൻ കൃപ തന്നതിനായി സ്തോത്രം. നിൻ്റെ മഹത്വം കണ്ട് നീ ഒരുക്കിയിരിക്കുന്ന രക്ഷ അനുഭവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി സന്തോഷത്തോടെ ഭൂമിയുടെ പരപ്പിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഇന്ന് ജീവിപ്പാൻ, നീതിയും സമാധാനവും ആത്മാവിലുള്ള സന്തോഷവും അനുഭവിച്ച് ജീവിക്കാൻ രക്ഷിക്കപ്പെട്ട ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അറിയാത്ത അനേകരെ കർത്താവെ ഇതിലേക്ക് ആകർഷിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.